കുഴപ്പമൊന്നുമില്ല. ഗൈസ് ഇതാ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാൻ വേണ്ടി നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കണം. ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കട്ടെ. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിന് കോരി മാറ്റിയതിന് ശേഷമാണ് മുന്തിരി ഇട്ടെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം അതായി വരുന്നുണ്ട്, മൂത്ത് വരുന്നുണ്ട്. ഒന്നുകൂടി മൂക്കാനുണ്ട് അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് അങ്ങനെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി മുന്തിരി ഇട്ടെടുക്കുകയാണ്. മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും മൂത്ത് പൊള്ളച്ചൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരാൻ പോവുകയാണ്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മിൽക്കി പൊടി ഒഴിച്ചു കൊടുക്കണം. ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണം. ഇവിടെ ഓഫാക്കിയിട്ടതൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കായുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കാണിക്കാൻ വിട്ടുപോയി. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതാ ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഏകദേശം ഇളക്കി കൊടുക്കുകയാണ്. ഏലക്കായ ലേശം കൂടി ഇട്ട് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടി ഉണ്ട്, അതിട്ട് കൊടുക്കണം. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.